ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പുതിന ചിക്കൻ കറിയാണ്. അതിനായിട്ടൊരു 300 ഗ്രാം ചിക്കൻ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരപ്പാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് 2 സവാള അരിഞ്ഞത്, ഒരു പൊടി പുതിന ഇല, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഏലക്ക, ഗ്രാമ്പു, 1 സ്പൂൺ വീതം പെരിഞ്ജീരകം, ജീരകം, കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത സവാളയെല്ലാം ഞാനിപ്പോൾ വേറൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയില്ലാത്ത തൈരാണ്. അതൊരു 3 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കുറച്ച് വലുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന നെയ്യും എണ്ണയും സമസമം എടുത്തതാണ്. അതൊരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വേവിക്കണം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നതല്ല. ഒന്ന് ഇറച്ചി വെന്ത് വരുന്ന സമയത്ത് സവാളയുടെയും നമ്മൾ ചേർത്തിന ചിക്കൻ്റെയൊക്കെ വെള്ളം ഊറി വരുന്നതാണ്. അതിലേക്ക് കിടന്ന് ചിക്കൻ വേവുന്നതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തക്കാളി ഒരു അര കഷ്ണം മതി, അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയോടും ഫ്രൈഡ് റൈസിനോടൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. ഈ കറിയിൽ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നതല്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു എരിവ് മാത്രമാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടി നല്ല മണവും രുചിയും ഏറും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുതിന ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.